ലക്ഷ്മി അമ്മയുടെ കൂടെ വന്നതാരാ? ഞാനാ. ലക്ഷ്മി അമ്മയുടെ കൂടെ വന്നത് ഞാനാ. ഈ മരുന്നൊന്ന് വേഗം വാങ്ങിച്ചിട്ട് വരണം കേട്ടോ. വേറെ ആരാ കൂടെ ഉള്ളത്? വേറെ ആരും വന്നിട്ടില്ല, ഞാൻ മാത്രമേ കൂടെ ഉള്ളൂ. ഒറ്റ മോനാ, മോനങ്ങ് ഗൾഫിലാ. അതെ, അമ്മയ്ക്ക് കുറച്ച് കൂടുതലാ. വേഗം മോനെ വിളിച്ചറിയിച്ചേക്ക്. വേഗം മരുന്ന് വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. ആണോ? ഓ, The number you have dialed is currently busy. Please try later. आपके द्वारा डायल किया गया नंबर अभी व्यस्त है. कृपया कुछ समय पश्चात प्रयास करें. മോനെ 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 ഈ മരുന്ന് വേണം. മൂന്ന് ഡോസ് മരുന്നാണല്ലോ കൊടുത്തിരിക്കുന്നേ. അതെ മോനെ, 3 ഡോസ് മരുന്ന് വേണമെന്നാ പറഞ്ഞിരിക്കുന്നേ. ഈ ലക്ഷ്മി ആരാ? എന്റെ ഭാര്യക്ക് വേണ്ടിയാ. അവക്ക് ആസ്മയാ. ഇപ്പൊ അല്പം കൂടുതലാന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. ഒരു ഡോസിന് 350 ഉറുപ്പ് വരും. ഓ, വില കൂടുതലാണല്ലേ. അർജന്റായിട്ട് വേണമെന്നാ അവര് പറഞ്ഞിരിക്കുന്നേ. ആകെ 1050 രൂപ വരും. മോനെ, എന്റെ കയ്യിൽ അത്രയൊന്നും പൈസ ഇല്ല. 10-20 ഉറുപ്പിയേ ഉള്ളൂ. എന്റെ മോനാന്നാ തോന്നുന്നേ. ഞാൻ രാവിലെ അവനെ വിളിക്കുന്നുണ്ടേ, വിളിച്ചിട്ട് കിട്ടുന്നില്ല. വേറെ നമ്പറിലാ വിളിക്കുന്നേ. അതെ, വേറെ നമ്പറിൽ നിന്നായിരിക്കും വിളിക്കുന്നത്. അതെ. കമ്പനിക്കാരാ, പാട്ട് വേണോ വെച്ചിട്ട് വിളിച്ചതാ. മോനെ, എനിക്ക് മരുന്നൊന്ന് തരാമോ? 2 ദിവസത്തിനുള്ളിൽ എന്റെ പെൻഷൻ അക്കൗണ്ടിൽ കയറും. അന്നേരം മോനെ തിരിച്ചു തരാം. അർജന്റാന്ന് ഡോക്ടർ പറഞ്ഞോണ്ട. ഒരുപാട് പേരിങ്ങനെ തട്ടിക്കൊണ്ട് വരാറുണ്ട്. പക്ഷെ ചേട്ടനെ കാണുമ്പോ എനിക്ക് അച്ഛനെ ഓർമ്മ വരുന്നേ. ചേട്ടൻ ഈ മരുന്നും കൊണ്ട് പോയിക്കോ. പെൻഷൻ കിട്ടുമ്പോഴേ എങ്ങനെയാന്ന് വെച്ചാൽ തന്നാ മതി. സന്തോഷം മോനെ. മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ. വരട്ടെ മോനെ. ചേട്ടാ ഈ ഫോൺ ആയിട്ടുണ്ട്. ഞാൻ സാംസങ്ങിന്റെ ഫോൺ ആയി കാണിച്ചു ചേട്ടാ. എത്ര രൂപ റീചാർജ് ചെയ്യണ്ടേ? റീചാർജ് ചെയ്യാൻ വന്നതല്ല മോനെ, എന്റെ ഈ മൊബൈലിൽ ചെറിയൊരു കംപ്ലൈന്റ്. ഒന്ന് നന്നാക്കി തരാമോ? ഇതേ, എന്റെ മോനെ മാത്രം വിളിച്ചാൽ കിട്ടുന്നില്ല. ബാക്കി എല്ലാരും വിളിച്ചാൽ കിട്ടുന്നുണ്ട്. ഓന് മാത്രം ഫോണ് പോകുന്നില്ല. ഒന്ന് നോക്കാവോ? ഏത് പേരിലെ മോന്റെ നമ്പർ ഇതിനകത്ത് സേവ് ചെയ്തേനി? ഉണ്ട്, അവന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. വിവേക് മോൻ എഴുതി വെച്ചിരിക്കുന്ന. അല്ലേ? The number you have dialed is currently busy. അതെ, Please try ഇങ്ങനെ തന്നെയാ ഞാനും വിളിക്കുമ്പോ ഫോൺ ഇങ്ങനെ വരുന്നത്. कृपया कुछ समय पश्चात ബിസി ട്യൂൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നത്. വേറെ എല്ലാരും വിളിക്കുമ്പോ അവന് കിട്ടുന്നുണ്ട്. അവന്റെ ചങ്ങായിമാരും കുടുംബക്കാരെല്ലാം വിളിച്ചാലെല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ മാത്രം വിളിച്ചാല് ഓന് കിട്ടുന്നില്ല. അത് ഫോണിന്റെ കംപ്ലൈന്റ്. അവനൊന്ന് നോക്കാവോ? ചേട്ടാ, ഇത് ഫോണിന്റെ കംപ്ലൈന്റ് ഒന്നല്ല, ഇത് കോൾ പോകുമ്പോ അവര് കട്ടാക്കുന്നതാണ്. ഓ, അങ്ങനെയാണല്ലേ. അങ്ങനെയാണെങ്കിൽ മോന്റെ ഫോണൊന്ന് വിളിക്കാവോ?
എന്നിട്ട് പറ അവന്റെ അച്ഛൻ കടയിൽ വന്നിട്ടുണ്ട്, അവന്റെ അമ്മക്ക് അല്പം അസുഖം കൂടുതലാണ്, മോനോടൊന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിട്ട് പറ എന്റെ മോനോട്. ഹലോ ഹലോ, വിവേകല്ലേ? അതെ, വിവേകാണ്. ആ ചേട്ടാ, ചേട്ടന്റെ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്. ചേട്ടന്റെ അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ വിളിക്കുന്നേ. ഓ എന്റെ പൊന്നെ, എന്നൊന്ന് വെറുതെ വിടാൻ പറക്കളവനോട്. എന്നെന്തിനാ ഇങ്ങനെ ശല്യപ്പെടുന്നേ ചോദിക്ക്. ശല്യം സഹിക്കായിട്ട് രണ്ടിനെ അനാഥാലയത്തിൽ കൊണ്ടാക്കി. എന്നിട്ടും ശല്യങ്ങൾ. ഇനി മേലാൽ എന്നെ വിളിച്ച് ശല്യപ്പെടുത്തരുതെന്ന് അയാളോട് പറഞ്ഞേക്ക്. ഓക്കെ? അതെ, അത് ശരിയാ. ഓൻ നമ്മൾ അനാഥാലയത്തിൽ കൊണ്ടാക്കിനെ ആറ് അസുഖം വന്നോണ്ടാണ്, കൂടുതലായതുകൊണ്ട് ഞാനിവിടെ ഒന്ന് കാണിക്കുന്നേ. അപ്പൊ ഓനെ വിളിച്ചു കിട്ടാത്തത് ഫോണിന്റെ കംപ്ലൈന്റ് തരല്ല, അച്ഛന്റെ അമ്മന്റെ കംപ്ലൈന്റാ. സന്തോഷമാണ്. ഓളും കൂടി പോയാൽ പിന്നെ പോട്ടെ.